ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു 1-2 കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, അറിയാൻ മേലാത്തവരുണ്ട്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് 1-2 സെൻസറുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒരു ക്ലോക്കും ടൈമറും ഒക്കെ പരിചയപ്പെടുത്താം. ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ട് ഉള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇത് നമുക്കൊരു ലോഡ് കൊടുക്കാം. ഉദാഹരണം ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ അടി ഒന്ന് കാണിച്ച്, ഇതിൻ്റെ പുറകെ കാണിച്ച്. ഇത് നമ്മളിവിടെ ഇത് കണ്ടോ, ഇത് ഒരു ലൈൻ ഇൻപുട്ടും 2 ലൈൻ ഔട്ട്പുട്ടുമാണ്. ഇൻപുട്ടിൽ AC 230 വോൾട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ നമ്മൾ ലോഡ് കൊടുക്കുന്നു. 220 വോൾട്ട് തന്നെ ലോഡുള്ള ഏത് സാധനവും നമുക്ക് ഒരു ലൈറ്റോ ടൈമറോ ലൈറ്റോ പിന്നെ നമ്മുടെ ബോർഡിലെ ലൈറ്റുകളോ അല്ല വീട്ടിലെ ലൈറ്റുകളോ ഒക്കെ നമുക്കിതേ സെറ്റ് ചെയ്യാം. ഇതൊന്ന് കാണിച്ചോടെ ഈ സാധനം, ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു. ഇതിങ്ങനെ തുറക്കണം. തുറന്ന് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇതെൻ്റെ ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ മെമ്മറിക്ക് ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഇവിടെ ബാറ്ററി ഉണ്ട്, മെമ്മറിക്ക് ബാറ്ററി ഉണ്ട്. ഡിജിറ്റൽ ക്ലോക്കാണ്. നമുക്ക് ടൈമർ വെക്കാം. ഉദാഹരണം നമുക്കിപ്പോൾ ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലെ ലൈറ്റ് കത്തണമെങ്കിൽ ഇതേ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാൽ 6 മണിയാകുമ്പോൾ ലൈറ്റ് കത്തും. 7 ആകുമ്പോൾ കിടണമെങ്കിൽ 7 ആകുമ്പോൾ ഓഫ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് 12 മണിക്ക് ഒന്ന് അടിക്കണമെങ്കിൽ അടിക്കുക. അല്ലെങ്കിൽ ഡേറ്റ് വെച്ച് ചെയ്യാം. ഡേറ്റ് അതുപോലെ അടിച്ചിട്ട് ഡേറ്റ് വെച്ചിട്ട് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സാധനം ഓണാകണം, ഇത്ര സമയമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്കൊരു ടൈമർ ക്ലോക്കാണിത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഇത് തന്നെ ഓണാകുകയും ഓഫാകുകയും ചെയ്യും. ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു ടൈമറാണ്. ഈ ടൈമർ നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗേറ്റിലെ ലൈറ്റൊക്കെ വൈകുന്നേരം കത്തണമെങ്കിൽ ഇതൊരെണ്ണം ഫിറ്റ് ചെയ്ത് വെച്ചാൽ ഗേറ്റിലെ ലൈറ്റ് കത്തിക്കോളും. ഇപ്പോൾ എത്ര മണി കഴിയുമ്പോൾ അത് ഓഫാണെന്ന് വെച്ചാൽ ഓഫായിക്കോളും. ആ കൃത്യ ടൈമിൽ 1 മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്യാവുന്ന സാധനമാണ് ഇത്, ആക്യുറസി ടൈമർ. ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, ഒരു 500 രൂപ റേഞ്ചൊക്കെ വില ഇതിന് വരുന്നുള്ളൂ. പിന്നെ അടുത്ത സാധനം, അതിലൊക്കെ ചെറിയ വിലയ്ക്ക് ഒരു 10-200 രൂപ 500 രൂപ ഒന്നും മുടക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു 200 രൂപ മുടക്കിയാൽ ഇതേ ഫങ്ഷൻ തന്നെ നടക്കുന്ന ഒരു സാധനമാണിത്. ഇത് വളരെ നല്ല വർക്കിംഗ് ആണ്. ഇതൊരു ടൈമർ സ്വിച്ചാണ്. ലൈറ്റ് സെൻസർ സ്വിച്ച് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ലൈറ്റ് കൺട്രോൾ സെൻസർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനുണ്ട് 2 ഇൻപുട്ട്. ഇപ്പോൾ AC ആണ്. AC ഇൻപുട്ട് കൊടുക്കുന്നു. ഇതിൽ ലൈനും ന്യൂട്രലും ഉണ്ട്. ഇവരിപ്പോൾ ലൈനിന് ബ്ലാക്കും ന്യൂട്രൽ വൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഡിന് ഈ ചുമലയും ഈ ബ്ലാക്കും കൂടെ കൊടുത്താൽ മതി. ലോഡിന് 3 വയറോ ഉള്ളെങ്കിൽ ഔട്ട്പുട്ടിന് ഇൻപുട്ടും കോമൺ ആണ് ലൈന്. പിന്നെ ഇത് ന്യൂട്രലൂടെ കൊടുത്ത് വെക്കുക, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഈ സാധനം അല്ലെങ്കിൽ ഇത് ന്യൂട്രലാണെങ്കിൽ ഇത് ഇവിടെ ഔട്ട് വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എടുത്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും. അതെങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ കൊടുത്തോളൂ. അപ്പോൾ ഇത് എന്നാന്ന് വെച്ചാൽ ലൈറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡ്, ലൈറ്റ് ആയിക്കോട്ടെ എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡ് ഓട്ടോമാറ്റിക്കലി ഓഫാവും. വൈകുന്നേരം ഇരുട്ടാകുമ്പോൾ ഇത് ഓണാവും. ഉദാഹരണം വൈകുന്നേരം നമ്മുടെ കടയിലെ ബോർഡിൻ്റെ ലൈറ്റ്, അല്ല മുറ്റത്തെ ലൈറ്റോ വരാന്തയിലെ ലൈറ്റോ വീടിന് ചുറ്റുമുള്ള ലൈറ്റ് എന്തും ആയിക്കോട്ടെ, ഫുള്ള് ലോഡ് ഇതിൽ അഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇത് ഫുൾ ലോഡായിക്കോളും, ഓണായിക്കോളും. അതിനുശേഷം നേരം വെളുത്ത് വെട്ടം വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും. അതാണ് ഈ സാധനത്തിൻ്റെ വില. ഒരു 200 രൂപ റേഞ്ച് വരുന്ന വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് വെക്കാവുന്ന ഒരു LDR ആണ്. അത് ലൈറ്റ് സെൻസർ സ്വിച്ചാണിത്. അപ്പോൾ ഞാനത് കാണിച്ചെന്നുള്ളൂ. അത് വീണ്ടും ഈ ചെറിയ 1.5 ബോക്സ് 3-4 ഇരിപ്പുണ്ട്. അതിലോട്ട് ഇതൊന്നും കൊടുക്കാൻ പറ്റുമോ? ഇതേ കൊടുത്തേച്ചാണ് കൊടുക്കാം. എല്ലാം കൂടെ പറ്റുകയില്ല. ഇത് 2.1 ഒരു സബ്വൂഫറും 2 സ്പീക്കറും. ആ സ്പീക്കർ എന്നാ കമ്പനിയുടെ ബ്രാൻഡ് വല്ലതും ആണോ? നല്ല സ്പീക്കറാണെങ്കിൽ കൊടുക്കാം.
ആ വെച്ചേക്കാം. ആ ആര് എന്തിനാ ബോക്സിന് വേണ്ടിയിട്ടാണോ എന്തായിരുന്നു? സാർ എവിടുന്നാ വരുന്നത്? ഏത് ബോക്സാ? എരുമേലി. ആ സാറ് പറഞ്ഞു വിട്ടതാ. മൂന്നാർ. അല്ല അല്ല ഇലക്ട്രിക്കൽ, ഇത് ഇലക്ട്രോണിക്സ്. അപ്പോൾ മൂന്നാറിലെ സാറാണ് ഇത്. ഓക്കെ ഓക്കെ ആയിരിക്കും. മൂന്നാർ ലൈറ്റ് ഹൗസിൽ പോയാൽ മതി. ലൈറ്റ് ഹൗസ് ഇലക്ട്രിക്കലല്ല, തൊട്ടപ്പുറം അപ്പുറം ലൈറ്റ് ഹൗസ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് സംശയം വന്നു. ഏതിൻ്റെ റിമോട്ടാ മോനെ? കാണിച്ചേ, ഞാനിത് കോൺവെക്സിൻ്റെ റിമോട്ട് അതിന് പുറകിലുണ്ട്. കോൺവെക്സ് ടി വിയുടെ റിമോട്ട് നമുക്കുണ്ട് മോനെ. ചെറുതും ഉണ്ട്, കൂടിയതും ഉണ്ട്. ചെറിയ സ്പീക്കറിന് 1000 രൂപയൊക്കെ വരും. ഒന്നുമല്ല. നല്ല മിടുക്കനാണ്ടേ. അവധി ദിവസം വരണം കേട്ടോ, എല്ലാം പഠിപ്പിച്ചു തരാം. ആ ഓക്കെ. ഫോണായി നിൽക്കുമല്ലേ? ഒന്നുമില്ല. ഓക്കെ. ആ ഇത് സാരമില്ല, ഇത് ബ്ലാങ്ക് അല്ല, ഇത് ബാക്ക് ലൈറ്റ് കംപ്ലൈൻറ്റ്. ക്വാളിറ്റി ഇല്ല, അതാണ് ആരോട് പറയാം. യൂസ് ആൻഡ് ത്രോ. വിലയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്, സാധനത്തിൻ്റെ ക്വാളിറ്റി ആരും നോക്കുന്നില്ല. എന്നാ വിലയ്ക്ക് കിട്ടും എന്നാൽ. അപ്പോൾ ഇത് മാനുഫാക്ചർ വില കുറയ്ക്കണമെങ്കിൽ അവന് ക്വാളിറ്റി കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ആൾക്കാർ തന്നെ ചൈനയിൽ ചെന്ന് പറയും എനിക്ക് 100 രൂപയുടെ സാധനം വേണം, 200 രൂപയുടെ സാധനം വേണം എന്ന്. 200 രൂപയുടെ സാധനം ഞാനിത് മേടിച്ചുകൊണ്ട് ഇവിടെ വന്നെന്ന് വിചാരിക്കുക ചൈനയിൽ നിന്ന്. അപ്പോൾ മറ്റവൻ 100 രൂപയ്ക്ക് മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. സെയിം വർക്കിങ്, സെയിം ആവശ്യം, സെയിം സാധനം. അപ്പോൾ ഞാൻ 200 രൂപ പറയുമ്പോൾ കസ്റ്റമർ പറയും അയ്യോ അത് കൂടുതലാണ് കേട്ടോ, അപ്പറേ 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത് 100 രൂപയുടെ മേടിച്ചിടാനേ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വരുന്ന കോൺസിക്വൻസ് പിന്നെയല്ലേ, അതാരും ഇപ്പോൾ നോക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ബ്രാൻഡഡ് കമ്പനികൾ നല്ല രീതിയിൽ വില കൂടി ഇപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ സോണി തന്നെ ആണെങ്കിലും ഇപ്പോൾ TCL-ഉമായിട്ട് ചേർന്ന് TV ചെയ്യാൻ പോവാം. കാരണം സോണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന TVക്ക് അന്യായ വിലയാണ്. അന്യായ വിലയെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുവാണ്. അപ്പോൾ 100 രൂപയുടെ TV ഉണ്ടാക്കി TCL തരാൻ തയ്യാറാണ്, നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരും TCL-ഉം സോണിയും കൂടെ ഇപ്പം മെർജ് ചെയ്തിട്ട് TCL-നെ കൊണ്ട് TV ഉണ്ടാക്കിക്കുക. സോണി ഉണ്ടാക്കുമ്പോൾ സോണിക്ക് ഇത് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഉദാഹരണം നമുക്കിപ്പോൾ 43 ഇഞ്ച് സോണി വേണമെങ്കിൽ 40,000 രൂപ വേണം കുറഞ്ഞത്. TCL ആണെങ്കിൽ അത് 20,000 രൂപയ്ക്ക് ഉണ്ടാക്കി തരും. നമ്മുടെ ടെക്നോളജി അങ്ങ് കൊടുത്താൽ മതി, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ്. അങ്ങനെ ഇപ്പോൾ 2027 തൊട്ട് അല്ല അടുത്ത വർഷം തൊട്ട് ഇനി സോണിക്ക് വേണ്ടി TV ഉണ്ടാക്കാൻ പോകുന്ന TCL അന്ന് എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി വില കുറച്ച് TV കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പോൾ എന്തിനാ തന്നെ പറയും. നമ്മുടെ ടൊയോട്ടോ ഇപ്പോൾ മാരുതിയെ കൊണ്ടല്ലേ വണ്ടി ഉണ്ടാക്കിക്കുന്നത്, അവർക്ക് മുതലാകുന്നില്ല ഉണ്ടാക്കിയിട്ട്. ഇന്നോവ വരെ നിർത്തുക. ഇന്നോവ എത്ര സക്സസ്ഫുൾ ആയ വണ്ടി, അതുവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഇന്നോവയ്ക്ക് 50 ലക്ഷം രൂപ കിട്ടിയാലും മുതലാകരുതെന്ന് ഒരു പാർട്ടിയോട് പറയും. കാരണം അത്ര അവർ ക്വാളിറ്റിയിലാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ വിലയ്ക്ക് ഒരു സെയിൽ കുറയുമ്പോൾ ഏക്കാനും സോണി ചെയ്ത തീരുമാനം നല്ലതായി. കാരണം എന്ന് വെച്ചാൽ TV എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ തീർന്ന ഒരു അധ്യായമാണ്. TV തീരാൻ പോവുക തീർന്നു. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് TVയുടെ സെയിൽ ഗണ്യമായിട്ട് കീഴോട്ട് പോവുക. കാരണം TV കാണുന്ന ആൾക്കാരില്ല. മൊബൈൽ മതി നമുക്കിപ്പോൾ. ഞങ്ങൾ പോലും മൊബൈലാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. TV ഞങ്ങൾ വളരെ അപൂർവമായിട്ട് ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടി വല്ലതും ചിലപ്പോൾ ഓൺ ചെയ്താലേ ഉള്ളൂ. പിന്നെ വീട്ടിലൊക്കെ സീരിയലൊക്കെ കാണുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വല്ലവരും വീഡിയോ ഉപയോഗിച്ച് TV കണ്ടെങ്കിലേ ഉള്ളൂ. പിള്ളേരാരും TV കാണുന്നില്ല, എല്ലാവരും. പിന്നെ ഇത് കാണേണ്ട ആൾക്കാരൊന്നും ഇന്ത്യയിലില്ല, അവരെല്ലാം രാജ്യം വിട്ടുപോയി. ഇതാര് കാണും? 10 വർഷമൊന്നും എടുക്കുകയല്ലേ. TV ഓൾറെഡി സ്റ്റോപ്പ്ഡ് ആയെന്ന് സോണി നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് സോണി ഇനിയിപ്പോൾ വില കുറച്ചുള്ള TV ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് പേരും കൂടെ വാങ്ങും. അത് അവസാനത്തെ ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് സോണി ചെയ്ത ഒരു വളരെ ബുദ്ധിപരമായൊരു നീക്കമായിട്ട് ഞാൻ കാണുന്നു. പണ്ട് ലാപ്ടോപ്പ് ഇതുപോലെ നിർത്തിയല്ലേ. ലാപ്ടോപ്പ് ഒരു സുപ്രഭാതത്തിൽ വേറൊരു പാർട്ടിക്ക് ഇങ്ങനെ കൊടുത്തുണ്ടാക്കാൻ അവരത് ഉണ്ടാക്കി, പക്ഷേ വിജയിച്ചില്ല. പിന്നെ മൊബൈൽ ഫോണ് നിർത്തിയത് മാത്രം മണ്ടത്തരായിപ്പോയി. അതൊരു കേസ് വന്ന് നിർത്തിയതാണ്. മറ്റേ ഈ എറിക്സനുമായിട്ട് സോണി എറിക്സനും കൂടെ വന്ന് അങ്ങനെ നിർത്തിപ്പോയത്. മൊബൈൽ ഫോൺ കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു. കാരണം നാളത്തെ സംഭവമായിരുന്നു മൊബൈൽ ഫോൺ. നാളത്തെ അല്ല, എന്നത്തെ സംഭവമാണ് മൊബൈൽ ഫോൺ. അത് സോണിക്ക് ഇപ്പോൾ ഉണ്ട്, ഭയങ്കര വിലയാണ്. അതുകൊണ്ടാണ് ഇച്ചിരി എക്കണോമിക് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ഇറക്കിയാൽ സോണി ഇനിയും സക്സസ് ആവും. TV ഒന്നും ഇനി ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നതിലും വലിയ കാര്യമൊന്നുമില്ല.
അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം. ഇത് നമുക്ക് ശരിയാക്കി തരാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഴുതിക്കൂടെ മറിച്ചിടാനൊക്കെ. അവനിപ്പോൾ വരുന്നുള്ളൂ. അവൻ്റെ വീട്ടിൽ പോയതായിരുന്നു. ദൂരെ വരുന്നതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഇരുന്നത്. ഏക്കാനും കയറാൻ പോയ ഞങ്ങൾ. അപ്പോൾ ചോറുണ്ണാറായി. അപ്പോൾ ചോറിൻ്റെ കയറിയാലോ ഒന്നായി. ഇതൊക്കെയാണ്, സമയമില്ല, അതാണ് പ്രശ്നം. പണിയുണ്ട്. 6:30 ചെയ്യുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ആലോചിക്കുമായിരുന്നു. വണ്ടി ചെയ്യാനുണ്ട്, ബാറ്ററി ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇതിനാരുടെയൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് മനസ്സിലിരുന്ന് ആലോചിക്കുമായിരുന്നു. കാരണം നമുക്കെല്ലാം ചെയ്യാനും അറിയാം, ചെയ്യാനൊട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ടൈമാണ്. സാറിന് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തരാം. അവർക്ക് ഇന്നത്തെ ഈ സീരിയല് അവരോട് പറഞ്ഞു കൊടുക്കണം. 1 മാസം കഴിഞ്ഞ് കണ്ടാലും കഥ അവിടെ തന്നെ ആയിരിക്കും. വലിയ കൂടുതലൊന്നും മാറ്റം വരാനില്ല. ഇന്ന് കണ്ട കഥയുണ്ടല്ലോ മനസ്സിൽ വെക്കുക. 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെയ്യുക, അവിടെ തന്നെ ആയിരിക്കും കഥ. ഇവരിട്ട ഡ്രസ്സും ഇവരുടെ ആഭരണവും മാത്രമേ മാറിയിട്ട് കാണുള്ളൂ. പിന്നെ കുഴപ്പമില്ല, ഇതൊരു അഡിക്ഷനാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു പിന്നെ മംഗളം, മനോരാജ്യം, മാമാങ്കം എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അന്ന് എല്ലാവരുടെയും വായന ഈ സാധനമായിരുന്നു. അന്നൊക്കെ എനിക്ക് കോട്ടയം പുഷ്പനാഥ്, ജോയ്സി, അങ്ങനെ കുറേ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഈ എഴുത്തുകളൊക്കെ കുറേ ഫോട്ടോയൊക്കെ വരച്ച്, ഇല്ലാത്ത പെണ്ണിൻ്റെ ഫോട്ടോയും വരച്ച് കഥ വായിക്കുകയാണ് പരിപാടി. അതിപ്പോൾ സീരിയലായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓരോരുത്തരോരോന്ന് ചെയ്യുന്നു. അതിനകത്ത് നല്ല കാര്യങ്ങൾ എടുക്കുക, ചീത്ത കാര്യങ്ങൾ കളയുക, അത്രേ ഉള്ളൂ. പിന്നെ സിനിമ പോലെ അല്ലല്ലോ. സിനിമ 3 മണിക്കൂർ കൊണ്ട് റിസൾട്ടായി. ഇതിന് റിസൾട്ട് എടുക്കണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. 1 മാസം സീരിയൽ കാണാതെ ഇരുന്നിട്ട് സീരിയൽ കണ്ടാലും പഴയ കഥയെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഒരു മാറ്റവും വരുത്തില്ല. പിന്നെ ഈ നായകനും ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അടുത്ത ആളെ വെക്കട്ടെ. രസമാണ്, കുഴപ്പമില്ല. ഇപ്പം പണ്ടത്തെ പോലെ. ഓക്കെ അപ്പോൾ സാറേ ചെയ്തിട്ട് ഞാൻ വിളിച്ചേക്കാം. ഓക്കെ, പേപ്പർ കൊടുത്തോ? കൊടുത്തു. ഓക്കെ, പിടിച്ചു വെച്ചിരിക്കുക ഈ പാനിൽ. ഇതിങ്ങനെ പൊക്കി ബ്ലേഡ് വെച്ച് പതുക്കെ പശ മുഴുവൻ കട്ട് ചെയ്ത് എടുക്കണം. ആ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നാൽ തീർന്നു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ റിസ്കുകളെ. ഭയങ്കര റിസ്ക്കായി. TV മുട്ടത്തോടിൻ്റെ കനമുള്ളൂ ഈ പാനലിന്. എന്തായാലും പറ്റിപ്പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അടിപൊളി മൈക്കാണ്, ഡ്യുവൽ മൈക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കാണിച്ചായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ്. ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്നതുകൊണ്ടോ ടൈം തന്നെ അത് ഓഫായി. ഞാനിത് ഓണാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ കസ്റ്റമറെ കാണാൻ പോയ സമയത്ത് തന്നെ ഇത് പ്രൊട്ടക്ഷൻ ഓഫായി. അത് നല്ലൊരു മൈക്കാണ്. ഇതിന് ഏകദേശം ഒരു 2500 രൂപ മുതൽ 3000 രൂപയുടെ വരെ വില വരുന്ന ഒരു മൈക്കാണ്. ഡ്യുവലാണ്. നിക്കൽ കാഡ്മിയം ബാറ്ററി അല്ല ഉപയോഗിക്കുന്നത്, ലിത്തിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലിത്തിയം ബാറ്ററി ഇത് കണ്ടോ, ഈ ബാറ്ററിയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ ബാറ്ററി നമുക്ക് തന്നെ ഊരി പോയാൽ ഈ ബാറ്ററി ഊരി മാറാവുന്നതാണ്. ഇത് 50 രൂപ തൊട്ട് കിട്ടുന്ന ബാറ്ററികളുണ്ട്. 200 രൂപ വരെ മാക്സിമം ബാറ്ററിക്ക്, കൂടിയ ബാറ്ററിക്ക് വില വരുള്ളൂ. അപ്പോൾ 50 രൂപ തൊട്ട് കിട്ടുന്ന ബാറ്ററികളുണ്ട്. അപ്പോൾ അത് പോയാൽ ഈ ബാറ്ററി മാത്രം മാറിയിട്ടാൽ മതി, വേറെ യാതൊരു പ്രശ്നമില്ല. റീചാർജബിളായിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല ഒരു മൈക്കാണ്. വേണ്ടവർ വിളിച്ചോളൂ, നമുക്ക് കൊറിയർ അയച്ചു തരാം. അപ്പം 2 ടൈപ്പ് മൈക്ക്. ബ്ലൂ ഡയമണ്ടോ വല്ലതും വിളിച്ചോണ്ട് പോയാലോ? ഇതൊന്ന് പാടി നോക്കി. എന്നാ മൈക്ക് പിടിച്ചൊന്ന് പാടി നോക്കി, കേൾക്കാൻ കൊള്ളാമെന്ന് പറയാം. ഒന്ന് പാടിക്കോ. എന്നാ നാണക്കാരനെ ഇരിക്കുന്നത്. ആദ്യം ഒന്ന് പാടിക്കുക, എന്നിട്ട് പിടിക്കാം. സ്ഥിരം പാടുന്ന ഒരു പാട്ട് പാടിക്കോ. പഠിക്കോ. മൈക്ക് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനാ.
സൂപ്പറാ. ആ കുഴപ്പമില്ല. അപ്പോൾ ഒരു ഷോട്ടിനകത്തൂടെ പറഞ്ഞു ജിൻസി, ഇതിപ്പോൾ വീഡിയോ അല്ല പാടിയേ. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് അവസാനം ഇനി ഷോട്ട് എടുത്തു. ഇത് നമ്മൾ വീഡിയോയിൽ ഇട്ടില്ലല്ലോ, ഷോട്ട് എടുത്തില്ലല്ലോ. ഇത് 32 ഇഞ്ച് TV പാനൽ മാറിയ. ഇതിൻ്റെ മണ്ടയിൽ ഒരു പേപ്പർ ഇരിപ്പുണ്ട്, ഒരു ഷീറ്റുണ്ടേ, അത് പൊളിച്ചിട്ടില്ല. പിന്നെ ഇത് വേണേൽ പൊളിച്ച് കളയാം. ഇവിടെ ഒരു ഷീറ്റുണ്ട്, ഇതിനകത്തൊരു ഷീറ്റുണ്ട്, അത് ചെറുതായിട്ട് നമ്മളിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പൊളിച്ച് കളയാം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും കൂടെ കട്ടിയായിട്ടിരുന്നോളൂ. ഇനി ഇത് ശല്യം ഉണ്ടെങ്കിൽ പതുക്കെ പൊളിച്ചും കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമുണ്ട്. വെള്ള പൊളിച്ച് കളയാം, മറ്റേത് കളയണ്ട. ഇരുന്നോട്ടെ, ഒരു സേഫ്റ്റിയാണ്. പോറാതെയൊക്കെ ഇരിക്കും. ഇത് പൊളിച്ചിടക്കി ഇച്ചിരി ഓക്കെ ജൻസി, നിർത്തിക്കോട്ടെ. ഈ പാനൽ തരുന്നവരെ ഒരു അതുകൊണ്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. ഓക്കെ, അതെ, ഉടുപ്പ് പിടിച്ചവനെ. നാലിഞ്ച് അല്ലല്ല, 4 ഇഞ്ചില്ല, 6 ഇഞ്ചേ ഉള്ളൂ. നമ്മൾ 4 ഇഞ്ചുണ്ട്, സാധനം ഉള്ളതാ, കിട്ടുന്നതാണ്. നമുക്ക് വളരെ കുറച്ച് ആവശ്യം വരാറുള്ളതുകൊണ്ട് ഞാൻ എടുക്കാൻ. എവിടെ വെക്കാനാ? വണ്ടിക്കകത്ത് വെക്കാനാണോ? സെറ്റിനകത്ത് വൈൻഡ് ചെയ്താൽ മതി. ഏത് സ്പീക്കറും നമുക്ക് വൈൻഡ് ചെയ്യാം, ഒറിജിനൽ തന്നെ ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, പാനാസോണിക് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാമല്ലോ. പേപ്പർ പോയിട്ടില്ലല്ലോ, കോയിൽ പോയതല്ലേ ഉള്ളൂ. അപ്പം വൈൻഡിങ് പോയതാ, അത് നമുക്ക് ശരിയാക്കി എടുക്കാം. വലിപ്പം തീരെ കുറഞ്ഞ ഡയഫ്രായി കിട്ടാത്തുള്ളൂ നമുക്ക്. അതൊരു കുഴപ്പമില്ല, 4 ഇഞ്ച് താഴോട്ടുള്ളതിനെ പേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ട് വരുള്ളൂ. പറ്റുന്നൊക്കെ ചെയ്തു തരാം. ഓക്കെ, ശരി. അല്ലെങ്കിൽ ഈ മേടിക്കാൻ കിട്ടുന്ന സ്പീക്കർ ഒന്നിനും കൊള്ളുകയല്ല. ചുമ്മാ ലോക്കൽ കോയമ്പത്തൂർ ഉണ്ടാക്കുന്ന സ്പീക്കറല്ലേ വരുന്നത്. ഉള്ള ആളാ അല്ലേ? ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. ആരാട്ടൊക്കെ വിളിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കിളി പോവും, ഉറക്കമൊക്കെ ശരിയാകാതെ വരുമ്പോൾ. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് സംസാരിക്കാം, വണ്ടിയെ കണക്ട് ചെയ്തിട്ടിരിക്കാം. അപ്പോൾ ചിലപ്പോൾ റേഞ്ച് പ്രശ്നം വരും. ഇതിൻ്റെ മേളിലുണ്ട്. പാനൽ മാറാൻ ഞങ്ങൾക്ക് തുടങ്ങുമായിരുന്നു. അതാ ഞങ്ങൾ 3 മണി എന്ന് പറയുന്നത്. ഞങ്ങൾ പണിക്ക് കയറിയാൽ പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണിയും നടക്കില്ല.
ഇത് കണ്ടോ ചേച്ചി, ഇത് ഇട്ട് മൈക്ക് ഇങ്ങനെ ഇരിക്കും. ഒരു ചുമല മഞ്ഞ് ഉള്ള മൈക്കിൻ്റെ കവറ ആണ് നമ്മുടെ മൈക്ക്. ആ പാട്ട് പാടുന്നവർക്ക് അടിപൊളി. ഓക്കെ, മതി മതി മതി. വീടുകളിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇത് എപ്പോൾ കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ നെറ്റുണ്ട്. നെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് അപ്പോഴേ അടിക്കാം. എല്ലാം നെറ്റിലുണ്ട്. തിയേറ്ററിൽ പോയിരുന്ന ആരും കാണുകയില്ല. തിയേറ്ററൊക്കെ നിന്ന് പോകും. കാരണം നമുക്ക് തിയേറ്ററിൽ പോയിരിക്കാൻ നേരമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇതിപ്പോൾ ഈ സിനിമ മുഴുവൻ കണ്ടില്ലെങ്കിലും നമുക്ക് ഏറ്റുപോകാമല്ലോ. മറ്റേ കാശ് കൊടുത്ത് പോയി പിന്നെ പോയി ചെന്ന ഞാൻ ഇന്നലെ പകുതിയെ കണ്ടിട്ട് പോയതാ. ഇന്ന് ബാക്കി സിനിമ കണ്ടോട്ടെന്ന് ചോദിച്ചാൽ നടക്കുകയല്ലോ. ആ ബാക്കി വെച്ച് കണ്ടാൽ മതി. പിന്നെ 2-3 ദിവസം കൊണ്ട് കണ്ടാൽ മതി. ഒരു ദിവസം കൊണ്ട് അതാ അങ്ങനെ ആയിപ്പോയി. നമ്മൾ കമ്മിറ്റഡായിട്ട് 2.5 മണിക്കൂർ അവിടെ ഇരിക്കണ്ടേ. ആ ഒരു രീതിയൊക്കെ മാറി. ഇപ്പം ആൾക്കാരെല്ലാം സൗകര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നിലും ആരും അടിമയല്ല. ഒന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഉണ്ട്. അതാണ് അതിൻ്റെ ഗുണം. പണ്ടങ്ങനെയല്ല. നമുക്കൊരു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഗാനമേള കേൾക്കാൻ പോവുക, നാടകം കാണാൻ പോവുക. ഇപ്പം അതൊന്നും ആരും പോയല്ല. നാടകത്തിന്റെ സംഭവമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇല്ലല്ലോ. നാടകം വെച്ചാൽ പോലും ഒരു മനുഷ്യൻ പരിസരത്തേക്ക് ചെല്ലത്തില്ല. പിന്നെ കുറെ പിള്ളേരും എല്ലാം പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. പിള്ളേരും അല്ല, ഗാനമേളയാണെങ്കിലേ പിള്ളേരും ആൾക്കാരൊക്കെ ചെല്ലുള്ളൂ. അല്ലാതെ നാടകം വേണ്ട. അങ്ങനെ ഒരു കലാരൂപം തന്നെ. കഥാപ്രസംഗം, പണ്ട് കഥാപ്രസംഗം നേരത്തെ പറയുമ്പം സാംബശിവന്റെ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ജനം കൂടിക്കൊണ്ടിരുന്നു. സാംബശിവന്, പിന്നെ പി.ഡി. രാജപ്പൻ, അതെല്ലാം അങ്ങനെ ഒരു കലയേ ഇല്ലാതെ. അതെ അതെ. പി.ഡി. രാജപ്പനാണ് നല്ല കോമഡി ആയിട്ടായിരുന്നു. നല്ല പാരഡി ഗാനങ്ങളും ഒക്കെ പാടി രസമായിരുന്നു. പക്ഷെ അയാൾ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന്. അവസാന കാലത്തൊക്കെ പുള്ളിക്കൊക്കെ ഒന്നുമില്ല. സിനിമയിലും ഒക്കെ പുള്ളി അഭിനയിച്ച ഒരു കാര്യമില്ല. അവർക്കൊന്നും ഇതുകൊണ്ടൊന്നും ഒന്നും ഇല്ലെന്നേ. ആ ഒരു ഷോയും പേരും മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടുന്നവരും പൈസയുള്ളവരും വളരെ ചുരുക്കം ആൾക്കാരും ഉള്ളൂ. ഈ സാംബശിവനാണേലും എന്നതായിരുന്നു സാംബശിവന്റെ ഒരു ശബ്ദവും ഒരു പ്രത്യേക സാംബശിവനായിരുന്നു. ആ ശബ്ദവും ഒരു മോഡുലേഷനും ഒക്കെ ഭയങ്കരമായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ പി.ഡി. രാജപ്പനെ ഇഷ്ടമായിരുന്നു. കാരണം പുള്ളി ചെകയുന്ന സുന്ദരി. അതെ അതെ, ചെകയുന്ന സുന്ദരിയോ പിന്നെ ഏതാണ്ടല്ലോ ഒത്തിരി അങ്ങനെയുള്ള. അത് കോഴിയെ കുറിച്ചുള്ളതും മറ്റേ കുറിച്ചും പട്ടിയെക്കുറിച്ചും പേരുകളൊക്കെ രസമായിരുന്നു. പുള്ളിയുടെ സൗണ്ടും വെറൈറ്റി ആയിരുന്നു. പുള്ളി എല്ലാത്തിനും പാരടിയും പാടി. കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നതല്ല അപ്പുറം. അത് അന്നത്തെ കാലം എൻ്റർടൈൻമെൻറ്റ്. പിന്നെ കുറച്ച് കൊച്ചു കഥാപ്രസംഗക്കാർ വന്നു. അവരും എല്ലാം അസ്തമിച്ചു. എല്ലാം ഇപ്പോൾ അസ്തമിച്ചു. ഇപ്പോൾ ആകപ്പാടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മാത്രമായി എൻ്റർടൈൻമെൻറ്റ്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ചെറിയ പോസ്റ്റൊക്കെ ഇട്ടാലേ രാത്രി 1 മണിക്കൊക്കെ 1 ലക്ഷം പേരൊക്കെ കാണുന്നത്. അത്ര ആൾക്കാർ ഉറങ്ങാതെ ഇരിപ്പുണ്ടെന്നാ. ഞാൻ നമ്മളിപ്പോൾ 12:30 നമ്മളൊരു പോസ്റ്റ് ഇടാൻ നേരത്ത് 12 ലോകം ഉരുണ്ടോണ്ടിരിക്കുക. ശരിയായിരിക്കും. ഇന്നലെ ഞാൻ ചുമ്മാ ഒരു ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഇടാറില്ല. ഈ യൂട്യൂബിൽ ഇട്ടിട്ട് മിച്ചം ഉണ്ടാവല്ലോ അവിടെ ഇരുന്ന. പക്ഷെ അവിടെ ഭയങ്കര വ്യൂയിങ്ങാണ്. നിമിഷ നേരം കൊണ്ട് 100K ഒക്കെ കയറുന്നു. അത്ര ആൾക്കാർ അവിടെ കാണുന്നു. അത്രയും യൂട്യൂബിൽ വ്യൂസ് ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇച്ചിരിയും കൂടെ പ്രായമുള്ളവരൊക്കെ ഉള്ളൂ. ചെറുപ്പക്കാർ കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വാച്ച് അവർ. സ്പീക്കർ കൊണ്ടുവരാൻ പറയുള്ളൂ. നമുക്ക് ചെയ്ത് കൊടുക്കാം. പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കാം. ഏതാ മോഡൽ നമ്പർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആ സെറ്റാണോ? വലിയ സിസ്റ്റം. അതിൻ്റെ ലെൻസാണോ ചോദിച്ചത്? കിട്ടത്തില്ല. 213C അത് കിട്ടാൻ പാടാ. ഇനി പഴയ വല്ലതും വർക്ക് ചെയ്യുന്ന കിട്ടിയാലെന്നുള്ളതേ ഉള്ളൂ.
ആ ഞാൻ ടീച്ചറെ ഓക്കെ. ഇത് ബ്ലെയർ ഞാൻ നാൻസി. മതി. അവിടെ തൂക്കില്ല. മൾട്ടിമീറ്റർ നാൻസി. ചാർജിങ് നടക്കുവാണേ. ആ 12 വോൾട്ട് ചാർജർ ഉണ്ട് ഇതില്ല വണ്ടിയിൽ. രണ്ട് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. കെട്ടുപോയി. പറഞ്ഞ വീട്ടിലുള്ള അത് രണ്ട് ഒരു കൺട്രോളറൊക്കെ വെച്ച് ബാറ്ററിയൊക്കെ വെച്ച് ഓടിക്കുന്നു. അതിൻ്റെ ആ കൺട്രോൾ ആ ഫോൺ എടുത്തോ. ഹലോ ഹലോ അതെ അതെ ഇത് സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് മെയിൻ റോട്ടിൽ തന്നെ. ഇറങ്ങിയാൽ മതി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. എവിടുന്നാ വരുന്നേ? തിരുവല്ലായിന്ന്. അപ്പോൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പുറകോട്ട് നടന്നാൽ മതി.
മെയിൻ റോഡിൽ തന്നെയാ 10 മണിക്ക്. ആ ഇല്ല. എന്നായിരുന്നു ആവശ്യം? എന്നായിരുന്നു സാറേ ആവശ്യം? എന്നായിരുന്നു ആവശ്യം? ആ, ഏതിൻ്റെയാ? ഓങ്കിയോ? ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഓവർലോഡ് പണിയാണ്. ഇപ്പം എടുക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ പുതിയ വർക്ക് എടുക്കാതെ ഇരിക്കുവാണ്. പഴയത് അതുപോലെ വന്നിട്ട് വർക്കുണ്ട്, തിരക്കായോണ്ടേ. അതെ അല്ലേ? ആ ആ, ഓക്കെ, മനസ്സിലായി. ആ ആ ആ, അത് ശരി. ഓക്കെ ഓക്കെ, അയേക്കാലം കൊണ്ടുപോവാം, നമുക്ക് നോക്കാം. ഓക്കെ, ശരി. ആ, ആയിക്കോട്ടെ. ആ, ശരി ശരി. വളരെ ശ്രദ്ധിക്കണം, എൻ്റെ മണ്ടയിലൊന്നും വരരുതേ. മറ്റേ ലെൻസോട് തന്നാലേ തെറിച്ചാലേ. നമുക്ക് വോൾട്ടേജ് നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ തുടക്കം ഇല്ലേ? സംസാരിക്കല്ലേ. ഇരുപത്തിമൂന്ന് വോൾട്ട്. 23 എന്ന് പറയുമ്പോൾ എത്രാമത്തെയാണ്? 1 2 3 ഏഴാമത്തെ. 4 5 6 7. 7ആണ് 23. 1 2 3 4 5 6 അല്ലേ? ആ, 6. അപ്പോൾ ശരിയാ, 7. 23 വോൾട്ടുണ്ട്. ഓക്കെ, ഞാൻ കമ്പി എന്ത് ചെയ്യുമ്പത്തെ അങ്ങോട്ട് കൊണ്ടുവരില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ ഏൽപ്പിച്ചാൽ മതി. അന്ന് വെൽഡ് ചെയ്താൽ കൈക്ക് വേദന ചെയ്തോ കേട്ടോ, ഓർക്കുന്നുണ്ട്. അടുത്തോ? സാറേ ഒന്നുകൂടി വേണ്ടേ? ഒന്നുകൂടി വേണ്ടേ? ആ, ഒന്നുകൂടെ വേണം. തുടങ്ങി. 23.2 വോൾട്ട് വന്നു. എടുക്കുക. 22.2 മതി. 1 വോൾട്ട് കൂടുതലുണ്ട്. അത് ബാറ്ററിയുടെ ആംബിയർ കൂടുതലുള്ള ബാറ്ററി ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന. ഇനിയിപ്പോൾ ഇതിങ്ങനെ വെച്ച് അടുത്തതും കൂടെ നീട്ടണം. അപ്പം തിരിച്ചു വെക്കണം. അതിൽ ഈ നെഗറ്റീവിലോട്ട് അടിക്കണം. അപ്പം 5 എണ്ണം പൊട്ടിച്ചു കേട്ടോ. 11.5 വോൾട്ട്. ഓക്കെ.
അപ്പോൾ ഇതിങ്ങനെ അടിക്കണം ഇനി. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ മൊത്തം എത്ര വരുമെന്ന് നോക്കി, ഇങ്ങേറ്റത്തൊന്നും അത് അങ്ങേറ്റത്ത്. ഒരെണ്ണം അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുള്ളൂ. താ ഇനി നമുക്ക് അങ്ങേറ്റം അത് മറുവശത്ത് ചെയ്ത് അത് മറുവശം ചെയ്യണം. ഇതൊരു നീളത്തിലൊരെണ്ണം ഇങ്ങോട്ട് അടിച്ചേക്കട്ടെ ഇൻസി. ഇവിടെ ഒത്തിരി ഡാമേജ് എല്ലാം കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ. ലെഡുമെന്ന് സിംഗിൾ അടിക്കണം. അടിക്കണം എന്ന് തോന്നി അടിച്ചോണം, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ. ഒരു കുഴപ്പമില്ല, അടിക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പം. തകിടുക ഏതാണോ നേരെയാക്കി വെച്ചേ. നീ ഇതിനകത്ത് പഠിക്കുക, അതിനകത്ത് പഠിക്കുക, വേറെ എങ്ങോട്ടും പോവാം. എന്നെ കാണിക്കണം, ആ ചുറ്റി ഒട്ടി ചുറ്റി കറങ്ങി വരട്ടെ. ചുറ്റിക്കറങ്ങി ഒന്ന് വന്നു. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ കയറ്റി ഇട്ടിട്ട് ഒരു കുറച്ചുകൂടെ കയറ്റി ഇട്ടിട്ട് കട്ട് ചെയ്യണം. ഒരിടത്തും മറ്റും മുട്ടല്ല, കത്തി ഒരിടത്തും മുട്ടല്ല. ഓക്കെ, ഇനി താഴെയും കൂടെ അതുപോലെ തന്നെ തിരിച്ചു വെച്ച് തരാം. തിരിച്ചു വെച്ചോ. ഓക്കെ, തിരിച്ചു വെച്ചോ. അങ്ങനെയല്ല, തിരിച്ചു വെക്കണം. ആ, ഇനി മണ്ടയും കൂടെ ഒട്ടിച്ച് ചേർത്ത് വിട്ടു. ഇങ്ങനെ ആ, രണ്ടെണ്ണം ഒട്ടിക്കാനുള്ള ഇടയേ ഉള്ളത്. വലിച്ച് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് വലിച്ചങ്ങോട്ട് ഒട്ടിച്ചു പോവും. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നേരെ കൊടുക്കും. ഈ അവസാനത്തെ സെല്ലാണിത്. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെയല്ല നമ്മൾ വീണ്ടും വെക്കാൻ പോകുന്നത്. എന്താ ഇങ്ങനെ തന്നെ 1 2 3 ഉള്ളോ? ഒരെണ്ണം ചെയ്യും.
അതേലും ഇങ്ങനെ കൈ ഒറ്റ സൈഡ് തൂക്കിക്കൊണ്ട് വന്നതാണ്, രണ്ട് സൈഡിലും പിടിക്കേണ്ട സാധനം. വെറും കില്ലപ്പട്ടിയാ, കില്ലപ്പട്ടി. അടുത്ത ഇത് വന്നു. മീറ്റർ എന്ത് നീളത്തിലുള്ള ഒറ്റക്കമ്പി വേണം ഇനി. ഇത് നമ്മൾ 0 തുടങ്ങുന്നു ചേച്ചി. 0 തുടങ്ങുന്നു, 0 തുടങ്ങുന്നു. അതവിടെ ഇത് വേണമെങ്കിൽ തുടങ്ങി. നെറ്റിൽ തുടങ്ങുന്നു, ഇതിലൂടെ വരുന്നു, ഇതിലൂടെ വരുന്നു. ഓക്കെ, വീഡിയോ അല്ലോ. ഇത് തരും, ഇത് തരും. ഡബിൾ തന്നെ അത്രയും
അങ്ങനെ പഠിച്ച് കുറച്ച് ചെയ്തു. അവസാനം തകിട് കാണാതെ വരും. മണി അടിച്ചത് ഇങ്ങനെ ഇച്ചിരി ബലമായിട്ടേ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇച്ചിട്ട് ചെയ്തു അപ്പോൾ നല്ല ഇതായിട്ട്.
വെച്ച് ഇത് തുടങ്ങി ആ അടുത്തുകൊണ്ട് ചെയ്യപ്പെടാം. ആറേകാലിന് വിട്ടേക്കാം. അത് തകരുന്നില്ല, ചെറിയ തകര് കിട്ടും. തരാവേ 5 വേണം. ആ നീളം തരാം. 1 2 3 4 5 5 പടവടെ മുറുക്ക്. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ BMS കണക്ട് ചെയ്ത് BMS വെച്ചാണ്